ക്രിസ്തുവിൻ്റെ സ്നേഹിതരായ പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. 16-ാം വാരം ഞായറാഴ്ച. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും, രണ്ടാം വായന കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യവും, സുവിശേഷം ലൂക്കാ 10-ാം അധ്യായം 38 മുതൽ 42 വരെയും ആണ്. മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ കർത്താവിന് നൽകുന്ന ശുശ്രൂഷയാണ് സുവിശേഷ ഭാഗം. ദൈവത്തോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുവാൻ നാം തത്രപ്പെടുന്നതല്ല ആത്മീയതയും ദൈവബന്ധവും. കർത്താവായ യേശുനാഥനിൽ നിന്നും ദൈവിക രഹസ്യങ്ങളെ സ്വന്തമാക്കുവാൻ നമുക്കുള്ള അവകാശവും ദാഹവുമാകണം നമ്മുടെ ആത്മീയത. മാർത്ത കർത്താവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുവാൻ തത്രപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. മറിയം കർത്താവിൻ്റെ പാദാന്തികത്തിൽ ഇരുന്ന് കർത്താവിൽ നിന്നും സ്വന്തമാക്കുവാൻ ദാഹിക്കുന്നു. 2 കാര്യങ്ങളാണ് മറിയം ചെയ്തത്. വചനം കേട്ടു, പാദാന്തികത്തിൽ ഇരുന്നു. വചനമെന്നാൽ ക്രിസ്തുവിനെ കേൾക്കുക, ദൈവിക രഹസ്യങ്ങളെ വായിക്കുക, തിരിച്ചറിയുക എന്നാണ്. രണ്ടാം വായന നമ്മോട് പറഞ്ഞു തരുന്നത് ഇതുതന്നെയാണ്. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ട രഹസ്യം, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഉണ്ട് എന്ന രഹസ്യമാണ്. ഈ ദൈവിക രഹസ്യത്തെ സ്വന്തമാക്കുവാൻ കർത്താവിൻ്റെ പാദാന്തികത്തിൽ ഇരിക്കുന്ന മറിയം. പാദാന്തികം എന്നാൽ ദൈവ സാന്നിധ്യ അവബോധവും ശുശ്രൂഷ മനോഭാവവും അനുഗ്രഹം പ്രാപിക്കുക എന്നതുമാണ്. ഒന്നാം വായനയിൽ നാം കാണുന്നത് ഈ ദൈവ സാന്നിധ്യ അവബോധത്തിൽ നിലകൊള്ളുന്ന അബ്രഹാത്തെയാണ്. അബ്രഹാത്തിൻ്റെ അടുക്കലേക്ക് വന്ന 3 ദൈവ പുരുഷന്മാരെ കണ്ട് അബ്രഹാം പറഞ്ഞു, യജമാനന്മാരെ, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എന്നെ കടന്നു പോകരുതേ. അബ്രഹാത്തിൻ്റെ സൽക്കാരം സ്വീകരിച്ച് കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. നിന്റെ ഓരോ പ്രാർത്ഥനയും ഒരു വസന്തകാലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുന്ന ദൈവ സ്നേഹമാണ്. ദൈവിക സ്നേഹത്തിൻ്റെ വസന്തകാലം നിനക്കുണ്ടാകണമെങ്കിൽ അതുകൊണ്ട് തന്നെ ദൈവ സാന്നിധ്യ അവബോധം നിനക്കുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത് ശുശ്രൂഷയുടെ തലമാണ്. ദൈവ സാന്നിധ്യ അവബോധത്തിൽ നിന്നും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട മേഖലയാണ് ശുശ്രൂഷ. പലപ്പോഴും ഈ ദൈവ സാന്നിധ്യ അവബോധമില്ലാതെ നാം ശുശ്രൂഷയിലേക്ക് പോവുകയും അത് നമ്മിൽ വരൾച്ച ഉളവാക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവ സാന്നിധ്യ അവബോധവും ശുശ്രൂഷയും ദൈവ അനുഗ്രഹത്തിലേക്ക് നമ്മെ കൊണ്ടുവരും. അതാണ് അബ്രഹാത്തോട് കർത്താവ് പറഞ്ഞത്, ഇനി ഞാൻ വരുമ്പോൾ നിന്റെ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. പ്രിയരെ, നമ്മുടെ ശ്രദ്ധയില്ലാതെ കടന്നു പോകുന്ന ദൈവ സാന്നിധ്യങ്ങൾ നമ്മുടെ അനുഗ്രഹ നഷ്ടങ്ങളാണ്. ദൈവ സാന്നിധ്യ അവബോധത്തോടെ നമ്മുടെ ചുവടുകളും കരങ്ങളും നമുക്ക് ചേർത്ത് വയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവേ, നിൻ സാന്നിധ്യം നൽകുന്നേ നല്ല ആശ്വാസം. യേശുവേ, നിൻ സാന്നിധ്യം നൽകുന്നേ നല്ല ആശ്വാസം. വേറെങ്ങു പോകും ഞാൻ നാഥാ, വേറില്ലോരാശ്രയം അപ്പാ. വേറെങ്ങു പോകും ഞാൻ നാഥാ, വേറില്ലോരാശ്രയം അപ്പാ. പുലർമഞ്ഞിൽ വെയിലേൽക്കും പോലെ ദുഃഖം
ആശ്വാസം. യേശുവേ, നിൻ സാന്നിധ്യം നൽകുന്നേ നല്ല ആശ്വാസം. യേശുവേ, നിൻ സ്നേഹത്തിൽ എന്നുമെൻ വാസമേ. യേശുവേ, നിൻ സ്നേഹത്തിൽ എന്നുമെൻ വാസമേ. വേറെങ്ങു പോകും ഞാൻ നാഥാ, വേറില്ലോരാശ്രയം അപ്പാ. വേറെങ്ങു പോകും ഞാൻ നാഥാ, വേറില്ലോരാശ്രയം അപ്പാ. നീലവാനം മൃദുവായി തഴുകും വെൺമേഘം പോലെ, നിൻ മൊഴികൾ എൻ മനസ്സിൻ മുറിവിൽ സൗഖ്യമേകുന്നു. നീലവാനം മൃദുവായി തഴുകും വെൺമേഘം പോലെ, നിൻ മൊഴികൾ എൻ മനസ്സിൻ മുറിവിൽ സൗഖ്യമേകുന്നു. യേശുവേ, നിൻ സ്നേഹത്തിൽ എന്നുമെൻ വാസമേ. യേശുവേ, നിൻ സ്നേഹത്തിൽ എന്നുമെൻ വാസമേ. ഈ മണ്ണിനെ മറക്കുന്നേ, എന്നെയും മറക്കുന്നേ. യേശുവേ, നിൻ സാന്നിധ്യം ആശ്വാസമേ. ഈ മണ്ണിനെ മറക്കുന്നേ, എന്നെയും മറക്കുന്നേ. യേശുവേ, നിൻ സാന്നിധ്യം ആശ്വാസം.